ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024 ഒക്ടോബർ മാസ ഫലമാണ്. ഒക്ടോബർ മാസത്തിൽ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെ കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. അതായത് ചിങ്ങം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം 10ാം ഭാവം അവിടെ സർവേശ്വരകാരകനായ വ്യാഴം, ത്രികോണാധിപൻ, അത് ഭാഗ്യാധിപൻ കൂടിയാണ് തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്. 10ൽ വ്യാഴം നിൽക്കുന്നത് മധ്യമമെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഈ ചിങ്ങം രാശിക്കാർക്ക് അത് ഭാഗ്യാധിപനാണല്ലോ, അപ്പോൾ കുറച്ച് ഭാഗ്യാവസ്ഥകൾ തരുന്ന ഒരു രീതി തന്നെയാണ്. കൂടാതെ ഇപ്പോൾ വക്രത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈശ്വരാധീനം ഉണ്ട്. സർവ കാര്യങ്ങളെക്കാളും പ്രധാനമാണ് ഈശ്വരാധീനം. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക, വിജയത്തിലെത്തിച്ചേരും. കണ്ടകശനിയൊക്കെ ഉണ്ട്. ശനി വക്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അധികം ദോഷം ചെയ്യുകയില്ല. അത് ശനി കുംഭം രാശി തൻ്റെ സ്വന്തം ക്ഷേത്രമാണല്ലോ. എങ്കിലും നിയമപരമായ കാര്യങ്ങൾ, നഷ്ടങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ, സാമ്പത്തിക ഇടപാടുകൾ നടത്താത്തവരാണെങ്കിലും പെട്ടെന്ന് വല്ല ജാമ്യത്തിന് നിൽക്കുകയോ അതുപോലെ എഗ്രിമെന്റ് പേപ്പറുകളിൽ ഒപ്പുവെക്കുകയോ പെട്ടെന്ന് ചില കടബാധ്യതകളിൽ ഏറ്റെടുക്കുകയോ ഒക്കെ ചെയ്താൽ അത് പിന്നീട് ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മാനസിക സംഘർഷങ്ങൾക്കും ഒക്കെ സൂചനയുണ്ട്. ആയതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ ചിങ്ങം രാശിക്കാർ ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. എന്നിരുന്നാലും 6ാം ഭാവാധിപത്യം കൂടിയുള്ള ശനി രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ഈ കാലയളവിൽ കഫസംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടും ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന ചില കാര്യങ്ങളാണ് ഈ രാശിക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ചിങ്ങം എന്ന് പറയുമ്പോൾ അത് സിംഹരാശിയാണ്. നല്ല ആരോഗ്യവും ശക്തിയും മനഃശക്തിയും ഒക്കെ ഉള്ള പ്രവർത്തനത്തിൽ എപ്പോഴും സജ്ജമായിട്ട് നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിക്കാർ. എങ്കിലും ശനിയുടെ പൂർണ്ണ ദൃഷ്ടിയുള്ള ഈ കാലം അവരവരുടെ തന്നെ ശ്രദ്ധ അലസത മൂലം തണുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ തണുപ്പുള്ള ഉപകരണങ്ങൾ, അതായത് കിടക്ക, തണുപ്പ് അടിച്ച് രാത്രിയിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് തണുപ്പ് അധികം ഏൽക്കാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. തണുപ്പുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, അസമയത്തെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാറ്റടിക്കുന്നതും ഒക്കെ വളരെ അസുഖങ്ങൾ ഉണ്ടാകും. അത് വളരെ ശ്രദ്ധിക്കണം. എല്ലാ കാലത്തും ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ അതിനുള്ള ഒരു സൂചനയുള്ള കാലമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ ഉണ്ടാകും. സംസാരത്തിലെ പിഴവുകൾ മൂലം ശത്രുക്കൾ നമ്മുടെ വാക്കുകൾ തന്നെ ആയുധമാക്കാതെ ഈ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭം. കൂടാതെ ദമ്പതികളായിട്ടുള്ളവരും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കുക. സന്തോഷകരവും സന്തുഷ്ടവുമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു മാസമാണ്. തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരുകയും അഭീഷ്ടങ്ങൾ സാധിക്കുക. ധനം വന്നു ചേരുമ്പോൾ അങ്ങനെയാണല്ലോ, ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ഭൂമി വന്നു ചേരുന്നതിനും യോഗം. ചിങ്ങം രാശിക്കാർക്ക് രാജയോഗകാരകനായ ശുക്രൻ 11ാമിടത്ത് അഭീഷ്ട കാര്യസാധ്യത്തിലുള്ള ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ കൊണ്ടും ജ്യേഷ്ഠ സഹോദരനെ കൊണ്ടുമൊക്കെ, മൂത്ത സഹോദരൻ കൊണ്ടുമൊക്കെ സഹായങ്ങൾ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരു സഹായങ്ങൾ ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം.
എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധിക്കും എന്നല്ല ഞാൻ പറയുന്നു. സാധിക്കേണ്ടതാണ്. പ്രവർത്തിക്കുക. അതിനായിട്ട് സാധ്യതയുള്ളവർ കൂടുതൽ ശ്രമിക്കുക. പുതിയ ഒരു തൊഴിൽ മാർഗം കണ്ടെത്തുന്നതിനും 12ാം ഭാവാധിപന്റെ രാശിയിലെ സ്ഥിതിയും ധനസ്ഥാനത്തെ സ്ഥിതിയും ഒക്കെ വരുന്നു. അപ്പോൾ വിദേശത്ത്, അതായത് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർ, നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആയാലും സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും, സ്ഥാനക്കയറ്റങ്ങൾ വന്നു ചേരും, തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ടൊക്കെ സാധിക്കും. ആഡംബര വസ്തുക്കൾക്ക് അധിക പണം മുടക്കി പാഴ്ചെലവ് ഉണ്ടാക്കി വെക്കാതിരുന്നാൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതി. ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവന് ജലദാനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക, ആയില്യ പൂജകളിൽ പങ്കെടുക്കുക, ആയില്യം അല്ലെങ്കിൽ സർപ്പക്കാവിലൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ദേവീപ്രീതികരമായ കാര്യങ്ങളും ചെയ്യുക. അഭിവൃദ്ധികൾ ഉണ്ടാകും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അവരവരുടെ പ്രാർത്ഥിക്കേണ്ട വിഷയവും കൂടി ചേർത്ത് കമന്റ് ചെയ്താൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ജാതകം നോക്കുന്നതിനും അവസരമുണ്ടായിരുന്നുണ്ട്. വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ അവസരമുണ്ടായി.